ഹലോ, മലയാളികൾക്ക് എത്ര പോയാലും കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണല്ലേ മൂന്നാർ. ഞങ്ങൾ വീണ്ടും ഒരു മൂന്നാർ യാത്രയിലാണ് കേട്ടോ. ഞങ്ങളുടെ ബന്ധുക്കളും അയൽപക്കക്കാരും ഒക്കെ ആയിട്ടുള്ളൊരു യാത്ര, കുഞ്ഞു യാത്ര. 10 പേരുള്ളൂ, ഞങ്ങളുടെ സ്ഥിരം പോകുന്ന 10 പേർ കേട്ടോ. അബിയുടെ പാട്ടില്ലാതെ ഒരു യാത്രയും പൂർണ്ണമാവില്ല. കൽവിന്റെ മുത്തായ സുനറ എന്റെ ഇഷ്കിന്റെ ബഹറായ അന്നമാണ് ഉന്നം എന്നാണല്ലോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകും വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. മൂന്നാർ ടൗണിലെത്തിയപ്പോൾ തന്നെ ലഞ്ച് കഴിച്ചു. കാരണം വെച്ചാൽ പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഫുഡൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. ഊണ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി എവിടെയും നിർത്തുന്നൊന്നുമില്ല, നേരെ താമസ സ്ഥലത്തേക്കാണ്. ഈ സ്വർഗത്തിലാണ് കേട്ടോ ഞങ്ങളിന്ന് താമസിക്കാൻ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം. കുണ്ടള ഡാം വരെ പോകാമെന്നാണ് എനിക്കിടെ. മാട്ടുപ്പെട്ടി തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ദൂരെ ട്രാവൽ ചെയ്ത് കുണ്ടള ഡാമിലോട്ട് പോകാൻ എനിക്ക്. അപ്പോൾ പോണ വഴിക്ക് ഒരു കുരങ്ങൻ്റെ ഫാമിലിയൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായി. അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. അങ്ങനെ ഡാം എത്തി. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് കുണ്ടള ഡാം. ഇതിനകത്തെന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടിയിലെ പോലെ തന്നെ ബോട്ട് സവാരി ഉണ്ട്, അതുപോലെ കുതിര സവാരി ഉണ്ട്, പിന്നെ ചെറിയൊരു പാർക്ക് ഉണ്ട്, അത്യാവശ്യം ഊഞ്ഞാലും ഒക്കെ ആയിട്ട് കുറേ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ പൈൻ മരങ്ങൾ നിറയുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ചെറി ബ്ലോസം ഉള്ള ടൈമാണ്. അപ്പോൾ വെച്ചാൽ നല്ല ഭംഗിയാണ്, ചുറ്റും കാണുന്ന മരങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ഭംഗിയാണ്. എനിക്ക് ഈ ചെറി ബ്ലോസം ആദ്യം അറിയില്ലായിരുന്നു. അപ്പം ഞാൻ നനച്ചത് വെയിൽ കാരണം ഇലകളിങ്ങനെ വെള്ള കളറായി പോയതാണെന്നാണ്. പിന്നീടാണ് ആ മരങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ചെറി ബ്ലോസം ആണ് 2 ഇയേഴ്സ് വർഷത്തിൽ 2 തവണ ഇത് പൂക്കുന്നൊക്കെ അറിഞ്ഞത്. ഇവിടെ വെച്ച് ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കുറേ ടൈം നമുക്ക് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒന്നും ചിന്തിക്കാതെ ചുമ്മാ ഇങ്ങനെ സ്വറ പറഞ്ഞൊക്കെ ഇരിക്കലൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. ഇന്നിനി ഞങ്ങൾക്ക് എവിടെയും പോകാനൊന്നും ഉദ്ദേശമില്ല. റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക, ചുമ്മാ സംസാരിച്ചിരിക്കുക, ഇത്രയൊക്കെ തന്നെ ഉദ്ദേശങ്ങളുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുണ്ടള ഡാമിൽ നിന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നാളെ പറയാവേ.